ഫ്രണ്ട്സ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ ഓർമ്മശക്തി കൂട്ടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓർമ്മശക്തി എത്രയ്ക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് ഓർമ്മശക്തി കുറയുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. ശരിക്കും കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഓർമ്മശക്തി. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർമ്മശക്തി ഉണ്ടാകുന്ന കാരണങ്ങള്, പിന്നെ അതേപോലെ അതിന്റെ ലക്ഷണങ്ങള്, അത് എന്താ പറയാ കുറയ്ക്കാനുള്ള പ്രതിവിധികള്, അതുപോലെ തന്നെ ഒറ്റമൂലികള്, ഔഷധങ്ങൾ. ഇതാണ് ഇന്നത്തെ ടോപ്പിക്കിൽ ഫുള്ളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഓർമ്മശക്തി കുറയുന്ന, ചെറിയ രീതിയിലെങ്കിലും കുറയുന്ന പലരും ഉണ്ടാവും നമ്മുടെ കൂട്ടത്തില്. അവരൊക്കെ ഫുള്ളായിട്ട് തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒട്ടും വളച്ചേട്ടലില്ലാതെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിനു മുൻപ് എന്റെ പേര് വന്നിട്ട് സെറിൻ. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്, തൃശ്ശൂരാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഓർമ്മശക്തിയെ കുറിച്ച് നമുക്ക് ആദ്യം അതിന്റെ കാരണങ്ങളിലേക്ക് കിടക്കാം. അപ്പോ ഓർമ്മശക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ് അല്ലെ. നമുക്ക് നമ്മുടെ എല്ലാ ഫങ്ഷൻസും കറക്റ്റ് ആയിട്ട് നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. പക്ഷേ ചില സമയങ്ങളിൽ ബ്രെയിൻ വളരെയധികം ഡ്രൈ ഔട്ട് ആയി മാറുകയാണ്. അതായത് നമ്മുടെ ബ്രെയിനില് പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ ആയതുകൊണ്ട് തന്നെ കുറെ നാള് ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്ക് ചിലപ്പോൾ സർവീസ് തകരാറൊക്കെ വരാറില്ലേ, അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനും ഡ്രൈ ആയി പോവാണ്. അതിന് പ്രവർത്തിക്കാനായിട്ട് ചില സമയത്ത് ഒരു എന്താ പറയാ ഷട്ട് ഡൗൺ ആവുക, അല്ലെ ഷട്ട് ഡൗൺ ആവാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ പ്രവർത്തനത്തിന് ചെറിയ ചെറിയ തകരാറുകളൊക്കെ സംഭവിക്കാൻ തുടങ്ങും. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ചില സമയത്ത് ഓർമ്മക്കുറവുകൾ, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ, അയ്യോ അത് ഞാൻ അത്രയും ഓർത്തിരുന്നാണല്ലോ, അവിടെ വെച്ച് പെട്ടെന്ന് മറന്നുപോയി എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ, അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഓർമ്മശക്തി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം കറക്റ്റ് ഡ്രൈ ആക്കിയതിൽ നിന്ന് നമുക്കൊന്ന് ഹൈഡ്രേറ്റഡ് ആക്കണം അല്ലെ, അല്ലെങ്കിൽ അപ്പൊ അതിനൊരു ലൂബ്രിക്കേഷൻ കൊടുക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഓർമ്മശക്തിക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള ഓർമ്മക്കുറവുകൾ തൊട്ട് വളരെ വലിയ രീതിയിലുള്ള ഓർമ്മക്കുറവ്, അത് പിന്നീട് വലിയൊരു അസുഖങ്ങളിലേക്കൊക്കെ മാറുന്ന തരത്തിലുള്ള ഓർമ്മക്കുറവുകളൊക്കെ നമ്മൾ പലവരിലും കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ചെറിയ രീതിയിലുള്ള ഓർമ്മക്കുറവുകളാണെങ്കിലും നമ്മൾ പലപ്പോഴും അത് സാരമില്ല, ചെറിയ രീതിയിലുള്ളതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കളയാറുണ്ട്. പക്ഷെ അതായിരിക്കും നമുക്ക് പിന്നീട് വലിയ ഓർമ്മക്കുറവുകളും വലിയ രോഗങ്ങളിലേക്കൊക്കെ വഴിതെളിക്കുന്നത്. അപ്പൊ ഇനി ഫസ്റ്റ് നമുക്ക് ഓർമ്മക്കുറവിന് ഉണ്ടാകുന്ന കാരണങ്ങളെ കുറിച്ച് പറയാം. ഓക്കെ, ഇപ്പൊ കാരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തലയിൽ ഇഞ്ചുറി വരുന്ന സമയത്ത്, ഇപ്പൊ പല കാരണങ്ങളുണ്ട്, എല്ലാവർക്കും ഇതാവണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പറയുന്ന കാരണങ്ങൾ മാത്രമാണ്. തലയിൽ ചില സമയത്ത് ഇഞ്ചുറി വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഓർമ്മക്കുറവുകൾ അനുഭവപ്പെടാറുണ്ട്. അതേപോലെ തലയിലെ ട്യൂമറുകൾ, അതേപോലെ തലയിൽ ബ്ലഡ് ക്ലോട്ട് ആവുക. തലയിൽ ഉദ്ദേശിക്കുന്നത് ബ്രെയിനിലാണ് കേട്ടോ. ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ആവുന്ന സമയത്ത്, അതേപോലെ ബ്രെയിനിൽ ട്യൂമർ വരുന്ന സമയത്ത്, അതുപോലെ ബ്രെയിനിൽ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെയൊക്കെ നമുക്ക് ഓർമ്മക്കുറവുകൾ അനുഭവപ്പെടാം. പിന്നെ വരുന്നത് നമുക്ക് തൈറോയിഡ്, നിങ്ങൾക്കറിയാം ഹൈപ്പോ തൈറോയിഡിസം ഒക്കെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഓർമ്മക്കുറവ് സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ കിഡ്നി, ലിവർ ഫംഗ്ഷനിലൊക്കെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഓർമ്മക്കുറവും അതിന്റെ കൂടെ തന്നെ വരാറുണ്ട്. അതുപോലെ തന്നെ ചില മെഡിസിൻസ് കഴിക്കുന്നതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് ഓർമ്മക്കുറവുകൾ കണ്ടുവരാറുണ്ട്. അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു, പ്രധാനമായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണുന്നതാണ് വളരെ ആൻസൈറ്റി, ഡിപ്രഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതേപോലെ അവര് അത്രയും ഓർത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്രയും പേഴ്സണൽ ആയിട്ട് അവര് മനസ്സിൽ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും വിട്ടുപോകുന്നതായിട്ട് വളരെയധികം വിസിബിൾ ആയിട്ട് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ ഡിപ്രഷൻ ഉള്ള ആൾക്കാരുടെയൊക്കെ ലെവല് കൂടി വരാണ്. അതേപോലെ ആൻസൈറ്റി പോലത്തെ പ്രശ്നങ്ങൾ, അതേപോലത്തെ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് വരുന്ന പല അസുഖങ്ങളിലും ഓർമ്മക്കുറവ് സ്ഥിരമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോള്, ഡ്രഗ് യൂസേജ്, അതായത് മയക്കുമരുന്നുകളുടെ അമിതമായ പ്രയോഗം. ഓക്കെ, ഇപ്പൊ നമ്മൾ എപ്പോ ഒരു ന്യൂസ് പേപ്പർ എടുത്താലും കാണുന്നതാണ് MDMA പോലത്തെയുള്ള യൂസേജ്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഓർമ്മയൊക്കെ നമുക്ക് നഷ്ടമായി നമ്മളൊരു എന്താ പറയാ ഒരു മനുഷ്യന്റെ ജീവൻ എന്നുള്ളത്, ആ ലൈവായിട്ടുള്ള ജീവിതം ഉണ്ടല്ലോ, അത് മാറി നമ്മളൊരു ജീവിക്കുന്നു പക്ഷെ ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ മാറുന്നതാണ്. അപ്പൊ നമ്മുടെ യുവജനങ്ങൾ അത്രയും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഓർമ്മശക്തിയൊക്കെ MDMA അതേപോലത്തെ ഡ്രഗ് യൂസേജ് വഴി കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യില്, നമ്മുടെ കൺട്രോളിൽ അല്ലാതെയായി പോകും കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ് ഓർമ്മക്കുറവിന്റെ ഒരു വലിയൊരു വില്ലനാണ്. അതുകൊണ്ട് ഉറക്കം കറക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ നോക്കുക. ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ ഓർമ്മക്കുറവിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ പ്രധാനമായിട്ട് കാണുന്നത് ഏജിങ്, അതായത് വയസ്സായ ആൾക്കാരിൽ നമുക്കറിയാം അല്ലെ, മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ നമ്മുടെ അടുത്ത് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, അയ്യോ ഞാനത് ഓർത്തില്ല, അല്ലെങ്കിൽ ഞാനത് മറന്നുപോയി എന്ന് നമ്മുടെ അടുത്ത് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഓർമ്മക്കുറവ് വരുന്നത് ഏജിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് വരാം കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്, ഇതൊക്കെയാണ് പ്രധാനമായ കാരണങ്ങൾ. ഇതിലും കൂടുതൽ കാരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയില്
മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. ഇനി നമുക്ക് സിംറ്റമിലേക്ക് കിടക്കാം. നമുക്ക് ഒറ്റമൂലികളും ഔഷധങ്ങളും വഴിയെ വരുന്നുണ്ട്, ആരും സ്കിപ്പ് അടിക്കരുത്. അപ്പോൾ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങളാണ്. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇവരിൽ കണ്ടുവരുന്നത്? അവരൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അവർ എന്നും പോയിരുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ പോയിരുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ സ്വന്തം വീടാവണമെന്നില്ല, അവരുടെ ഏതെങ്കിലും റിലേറ്റീവിന്റെ വീടായിരിക്കാം, അല്ലെങ്കിൽ അവർ സ്ഥിരമായി പോകുന്ന ഒരു സ്ഥലമായിരിക്കാം. പക്ഷെ പെട്ടെന്ന് ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അതിനെക്കുറിച്ചുള്ള സ്ഥലം നിന്നിരുന്ന പ്ലേസും ഒന്നും നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അതൊക്കെ അതിന്റെ എക്സ്ട്രീം ലെവലാണ് കേട്ടോ. സാധാ ഓർമ്മക്കുറവുകളിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സാധനം വെച്ചു, അത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല എവിടെയാണ് വെച്ചത് എന്നുള്ളത്. ഇതൊക്കെയാണ് സാധാരണ ഓർമ്മക്കുറവുകളിൽ വരാറുള്ളത്. അതൊക്കെ നമുക്ക് ചികിത്സിച്ച് മാറ്റാം. ഇതിന്റെ എക്സ്ട്രീം ലെവലിലൊക്കെ പോകുമ്പോഴാണ് ഇതുപോലെ നമ്മൾ ജനിച്ച സ്ഥലം വരെ മറന്നു പോകും, നമ്മൾ ആരാണെന്ന് മറന്നു പോകും, നമ്മുടെ പേര് മറന്നു പോകും, നമ്മുടെ റിലേറ്റീവ്സിന്റെ കാര്യം മറന്നു പോകും. അങ്ങനെ സകലതും നമ്മൾ മറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ ശരീരം നമ്മളെ കൊണ്ടെത്തിക്കുന്നു. ഓട്ടെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ലക്ഷണമാണ്, നമ്മൾ ഒരു പ്രാവശ്യം ഒരു കാര്യം നമ്മൾ ഒരാളോട് ചോദിച്ചു, അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ആവർത്തിച്ച് അവരെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ ചോദിക്കുകയാണ് നീ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അത് സെയിം അതേപോലെ തന്നെ നമ്മൾ ഒരു റിപ്പീറ്റ് അടിച്ചൊരു 10 വട്ടം ചോദിച്ചാൽ നമുക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി ഫീൽ ചെയ്യും അല്ലെ. അതുപോലെ അത് പക്ഷെ അത് അവരുടെ രോഗത്തിന്റെ ഭാഗമായിട്ടാണ്, ഓർമ്മക്കുറവ് കൊണ്ടാണ്, അവർക്കത് ഓർത്തെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സെയിം ക്വസ്റ്റ്യൻ തന്നെ അവർ പലവട്ടമായിട്ട് ചോദിക്കുന്നത്. ഇതുപോലെ നമ്മൾ കണ്ടിട്ടുള്ളത് ചെറിയ കുട്ടികളിലാണ് അല്ലെ. അവരൊരു കാര്യം പലവട്ടം ചോദിച്ച് അത് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ അത് അവരുടെ ബ്രെയിനിൽ അവർ സ്റ്റോർ ചെയ്യാൻ. അതായത് ഒരു ടോഡ്ലർ ഏജിലുള്ള കുട്ടികളൊക്കെ ഇതുപോലെ ഒരേ ക്വസ്റ്റ്യൻ തന്നെ പലതവണ തന്നെ ചോദിക്കുന്നത്. അത് അവരുടെ ഗ്രോത്തിന്റെ ഭാഗമാണ്, അതൊരിക്കലും ഓർമ്മക്കുറവല്ല. പക്ഷെ ഏജിങ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മളൊരു അഡൽട്ട് ഏജ്, അതായത് ഒരു നമുക്കറിയാലോ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ഫുള്ളായിട്ട് നമ്മൾ അത്യാവശ്യം ഡെവലപ്ഡ് ആണ്. ആ സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിച്ച് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ചികിത്സയ്ക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ചെറിയൊരു തെളിവ്. നമ്മൾ അത് ചോദിക്കാതെ നമ്മൾ എന്താ പറയാ, നമ്മൾ കറക്റ്റ് ഓർത്തെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതിന്റെ ഒരു സൈൻ ആണത് കേട്ടോ. അപ്പൊ അത് പിന്നെ നമ്മുടെ വളരെ എക്സ്ട്രീം ലെവലിലൊക്കെ ഞാൻ പറയുന്ന പോലെ ജനിച്ച സ്ഥലം മറന്നുപോകും, നമ്മുടെ റിലേറ്റീവ്സ് ബന്ധുമിത്രാദികളുടെ കാര്യം. നമുക്ക് ഇപ്പൊ ഒരു അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ അവർക്ക് എത്ര മക്കളുണ്ട് എന്നുള്ളത് പോലും അവർക്ക് ഓർമ്മയില്ല, മക്കളുടെ പേര് ഓർമ്മയില്ല, അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ ഫുള്ളായിട്ട് അവരെല്ലാം മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറിപ്പോകാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നിത്യജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെ. കുളിക്കണം, അതേപോലെ നമ്മുടെ പ്രാഥമിക കർത്തവ്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ഇതൊന്നും അവർക്ക് നിർഭാഗ്യവശാൽ അവർക്ക് അതൊന്നും ഓർമ്മയുണ്ടാവില്ല. കുളിക്കാൻ അറിയില്ല, അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും അവർക്ക് അറിയില്ല. അവർ പറയുന്നത് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടെന്നായിരിക്കും, പക്ഷെ അവർ കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഓർമ്മകളെല്ലാം തന്നെ നഷ്ടപ്പെട്ട് ചെറിയ ഒരു പ്രായത്തിലേക്ക് അവർ പോകുന്നു. അപ്പൊ നമ്മള് പണ്ട് മോഹൻലാലിന്റെ ഒരു സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, തന്മാത്ര എന്ന സിനിമ അല്ലെ. അതിൽ മോഹൻലാലിന്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ട് ഒരു ഡിമെൻഷ്യ സ്റ്റേജിലൊക്കെ പോയിട്ട് ആളൊരു അൽസിമേഴ്സ് രോഗിയായിട്ട് മാറുന്നൊക്കെ കാണിക്കുന്നുണ്ട് അല്ലെ. അതാണ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ. ഇത് ഓർമ്മ കുറഞ്ഞ് അവസാനം നമ്മളൊരു അൽഷിമേഴ്സിന്റെ പ്രശ്നത്തിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇതിന് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, ട്രീറ്റ്മെന്റ് ചെയ്താലായിട്ട് നമ്മൾ ഒട്ടും പേടിക്കേണ്ട, ഇതിനൊക്കെ ട്രീറ്റ്മെന്റുകളുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റേജിലേക്ക് വരാതെ നമുക്ക് ടോട്ടലി നമ്മൾ ബാക്കപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റാറുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഔഷധത്തിലേക്ക് കിടക്കാട്ടോ. അപ്പൊ അതിനുശേഷം ഞാൻ ഒറ്റമൂലിയിലേക്ക് പറയാം. അപ്പൊ ഞാനിത് 4 ഓർമ്മശക്തി കൂട്ടുന്ന മരുന്നുകളെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോ ആദ്യത്തെ പറയേണ്ട ഒരു മരുന്ന് എന്ന് പറയുന്നത് ബ്രഹ്മരസായനാണ് കേട്ടോ. അപ്പൊ ബ്രഹ്മരസായനം എന്നുള്ളത് വളരെ നമ്മുടെ ചരക സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാത്തരം ബുദ്ധി ഓർമ്മശക്തിയുടെ ഏറ്റവും നല്ലൊരു മരുന്നായിട്ടാണ് ചരക സംഹിതയിൽ നമ്മുടെ ചരകാചാര്യൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് എങ്ങനെയാണ് കഴിക്കണതെന്ന് വെച്ചാല് ബ്രഹ്മരസായനം 1 ടീസ്പൂണ് അതിരാവിലെ ഫുഡിന്, അത് നമ്മൾ എന്ത് ഫുഡാണ്, അതായത് വെറും വയറ്റിലെന്ന് തന്നെ പറയാം, നമുക്ക് ഒന്ന് കഴിക്കുന്നതിന് മുൻപ് തന്നെ അത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതാണ് നമ്മുടെ ബ്രഹ്മരസായനം. നല്ല 50ഓളം ഇൻഗ്രീഡിയൻസ് അതിൽ, നല്ല ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഒക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ എനിക്ക് തോന്നുന്ന ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു കാര്യമാണ് സരസ്വതാരിഷ്ടം. കുറെ പേർക്കൊക്കെ അറിയുന്നതാണ്. അപ്പൊ സരസ്വതാരിഷ്ടം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു മരുന്നാണ് കേട്ടോ, ഓർമ്മശക്തി കൂട്ടാനും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഓർമ്മശക്തി കൂട്ടുന്ന ഒരു മരുന്നാണ്. ഇത് 30 മില്ലി വീതമാണ് നമ്മൾ കുടിക്കേണ്ടത്. അത് ഗ്ലാസ് ബോട്ടിൽ തന്നെ കുടിക്കാൻ നോക്കുക. കാരണം എന്താണ്, നമ്മൾ മറ്റ് മെറ്റലുകൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ആ മെറ്റലിൽ ഈ സ്വർണ്ണമുള്ള ഒരു മരുന്നായതുകൊണ്ട് തന്നെ സ്വർണം അത് ആഗിരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്ലാസ് കണ്ടെയ്നറിൽ തന്നെ കഴിക്കാൻ നോക്കുക. പക്ഷെ ഈ ഏത് ബുക്കിലാണ് ഈ സരസ്വതാരിഷ്ടത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാല് ഭേഷജ രത്നാവലിയിലാണ്. അതെന്താണ് പറഞ്ഞത്, ധന്വന്തരി എന്ന ഒരു നമുക്കറിയാം, ധന്വന്തരി എന്നുള്ള അന്നത്തെ കാലത്തെ ശ്രേഷ്ഠമായ, നമുക്കൊക്കെ ദൈവം കൂടിയാണ് ധന്വന്തരി അല്ലെ. ധന്വന്തരിയുടെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ധന്വന്തരി പ്രിപ്പയർ ചെയ്ത അവരുടെ ഒരു
എന്താ സൗഖ്യത്തിന് വേണ്ടിയിട്ട്, അങ്ങനെയാണ് പറയുന്നത്, ശിഷ്യന്മാരുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ധന്വന്തരി പ്രിപ്പയർ ചെയ്ത മരുന്നാണ് സരസ്വതാരിഷ്ടം എന്ന് പറയുന്നത്. ഇത് അമൃതിന് തുല്യമാണെന്ന് വരെ പറയുന്നുണ്ട്. അപ്പൊ അത്രയും നല്ല ഒരു മരുന്നാണിത്. സ്വർണം ചേർത്തതാണ്. ഓർമ്മശക്തി, ഗ്രഹണശക്തി, ധാരണാശക്തി, ബലം, അതുപോലെ സൗന്ദര്യം, എല്ലാത്തിനും ഈ സരസ്വതാരിഷ്ടം വളരെ ഉത്തമമാണ്. നമ്മൾ കുട്ടികൾ, ചെറിയ കുട്ടികൾക്ക് ഒക്കെ നമ്മൾ ബുദ്ധിശക്തി കൂടാനും ഒക്കെ നമ്മൾ ഈ സരസ്വതാരിഷ്ടം കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. മുതിർന്നവർക്കും ഇത് കൊടുക്കാം കേട്ടോ. ഇതിന്റെ എമൗണ്ട് മാത്രം വ്യത്യാസപ്പെടും. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ഒരു മരുന്ന് വന്നിട്ട് ബ്രഹ്മീകൃതമാണ് കേട്ടോ. അപ്പൊ ബ്രഹ്മീകൃതം എന്ന് പറയുന്നതിൽ തന്നെ നമുക്കറിയാം ബ്രഹ്മി അത്രയും മികച്ചതാണ്. അപ്പൊ ബ്രഹ്മീകൃതത്തില് നമ്മൾ ഘൃതാണ് അല്ലെ, അപ്പൊ അതൊരു ടീസ്പൂണ് നമ്മൾ ഒരു ഗ്ലാസ് മിൽക്ക് അല്ലെങ്കിൽ പാൽ എന്ന് പറയുന്നത് അതിൽ മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കുന്നതിന് മുൻപ് സേവിക്കുക. ഇത് അടിപൊളി മരുന്നാണ്. ഇതിന്റെ എന്താ പറയാ, ബ്രഹ്മി എന്നുള്ളത് തന്നെ ഉള്ളത് കൊണ്ട് ബ്രഹ്മി സ്വരസം ഒരുപാടുണ്ട്. സരസ്വാരിഷ്ടത്തിലുണ്ട് കേട്ടോ ബ്രഹ്മി. അപ്പൊ ഇതിലുണ്ട് ബ്രഹ്മി സ്വരസം. ഇത് വളരെ നല്ലതാണ്. ഓർമ്മശക്തി, ഗ്രഹണശക്തി, അങ്ങനത്തെ എല്ലാ കാര്യത്തിനും ഇത് വളരെ നല്ലതാണ്. കിടക്കുന്ന സമയത്താണ്, ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് മാത്രമാണ് ഇത് കുടിക്കേണ്ടത് അല്ല കഴിക്കേണ്ടത്. അടുത്ത 4ാമത്തെ മരുന്ന് വരുന്നത് ജ്യോതിഷ്മതി ഓയിൽ. അപ്പൊ ജ്യോതിഷ്മതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ ഒരു പേരിൽ തന്നെ അതുണ്ട്, ബ്രെയിൻ ഇലുമിനേറ്റിംഗ്. ബ്രെയിൻ ഇലുമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിയെ തെളിയിപ്പിക്കുന്ന അല്ലെങ്കിൽ ബ്രെയിനെ, തലച്ചോറിനെ പ്രകാശിപ്പിക്കുന്നത് എന്നാണ് ജ്യോതിഷ്മതി എന്നുള്ളതിന്റെ അർത്ഥം. ഓക്കെ. അപ്പൊ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാല് 2 ഡ്രോപ്സ് ആണ്. അതൊരു ഓയിൽ ചെറിയൊരു ഓയിൽ ബോട്ടിലാണ് കിട്ടുക. അത് നമ്മൾ 2 തുള്ളി ഓയില് നമ്മൾ 2 മൂക്കിൽ നമ്മൾ ഒഴിച്ച് രാത്രി കിടക്കുന്നതിന്, ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഒഴിച്ച് കിടക്കുക എന്നുള്ളതാണ് ഇത് ഇത്രയും കാര്യങ്ങൾ 3 മാസം ഉപയോഗിക്കണം. മനസ്സിലായോ? എന്നാലാണ് നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകുന്നത്. അതൊരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കണം. എല്ലാവർക്കും എല്ലാ മരുന്നുകളും പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാം. ഇത് ഞാനൊരു ഒറ്റമൂലിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ വീടുകളിൽ ബ്രഹ്മി എന്നുള്ള ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ബ്രഹ്മി സമൂലം എടുക്കാം. അപ്പോ ഇത് സാൻസ്ക്രിറ്റിലെ ത്രയന്തി എന്നാണ് ബ്രഹ്മീനെ പറയുന്നത്. കഷായം, തിക്തരസാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. മധുര വിഭാഗമാണ്. അതുപോലെ ലഘു, ശീത, വീര്യമാണ്. ഓക്കെ. മേദ്യ വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. മേദ്യം എന്ന് വെച്ചാൽ എന്താണ്? ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് ബ്രഹ്മി. ഓക്കെ. അപ്പൊ ബ്രഹ്മി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രഹ്മി സമൂലം നമ്മളൊരു പാൽ കഷായം ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് കുറെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആചാര്യന്മാർ പറയുന്നുണ്ട്. അപസ്മാരം, ഉന്മാദം, അതുപോലെ കുട്ടികളുടെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, അതുപോലെ തന്നെ വെറുതെ ഈ സ്വരസം കിട്ടുക. സ്വരസം എന്ന് പറയുന്നത് ഇതിന്റെ ജ്യൂസാണ് കേട്ടോ, ബ്രഹ്മി ഇലയുടെ ജ്യൂസ്. ആ ജ്യൂസ് 10 മില്ലി വീതം വെറും വയറ്റിൽ സേവിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് രാവിലെ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് മരുന്നുകൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒറ്റമൂലിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റഡ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി, കുട്ടികൾക്ക് ഓർമ്മശക്തി കുറവുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓർമ്മശക്തി കുറവുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല എഫക്റ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അതുപോലെ തന്നെ കൂട്ടുകാർക്ക്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും തന്നെ അയച്ചു കൊടുക്കുക. അത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുക. അതൊരു പുണ്യാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി കേട്ടോ.